ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിന് വെടിനിർത്തലോടുകൂടി തന്നെ അവസാനമായെങ്കിൽ പോലും ഇന്നും ഇറാനിൽ സംഘർഷങ്ങൾ പുകയുകയാണ്. ഇറാൻ സർക്കാരിന് വലിയ തലവേദന സൃഷ്ടിക്കുന്ന പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ആണ് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാനിൽ വിലക്കയറ്റം മൂലം ജനങ്ങൾ നടത്തുന്ന കലാപം തുടരുന്നു. ഫസ നഗരത്തിലെ ഗവൺമെന്റ് കെട്ടിടത്തിലേക്ക് കലാപകാരികൾ ഇരച്ചുകയറുകയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ജനരോഷവും ഖൊമേനി ഭരണകൂടത്തിന് നിയന്ത്രിക്കാൻ ആകുന്നില്ല എന്നതാണ് മറ്റു വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇറാനിലെ പ്രതിഷേധങ്ങൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടിപ്പോൾ മൊസാദ് ഒരു ഔദ്യോഗിക എക്സ്പോസ്റ്റ് പങ്കുവെച്ചതോടു കൂടിയാണ് ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ മൊസാദ് ആണ് എന്ന ആ ഒരു സൂചന ശക്തമായിരിക്കുന്നത്. ഒരുമിച്ച് തെരുവിലിറങ്ങൂ, സമയം അതിക്രമിച്ചിരിക്കുന്നു, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. ദൂരത്തു നിന്നോ അല്ലെങ്കിൽ വാക്കുകളിലൂടെയോ അല്ല, ഞങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട് എന്ന് ഒരു പേർഷ്യൻ ഭാഷയിൽ എഴുതിയ പോസ്റ്റാണ് മൊസാദ് ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. തലസ്ഥാനമായ ടെഹ്റാനിലും മറ്റ് ഇറാനിയൻ നഗരങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. അവിടെ തന്നെ ഇറാന്റെ വഷളായിക്കൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥക്കെതിരെ തന്നെ വ്യാപാരികളായിരുന്നു രംഗത്ത് വന്നത്. രാജ്യം കടുത്ത പണപ്പെരുപ്പം നേരിടുന്ന സാഹചര്യത്തിലായിരുന്നു വ്യാപാരികളുടെ ഈ പ്രതിഷേധം. ഇതിനു പിന്നാലെ തന്നെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യുവജന വിഭാഗങ്ങളും പ്രതിഷേധങ്ങളുമായി തന്നെ അണിനിരന്നു. ഇതോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയാണ് ഉണ്ടായത്. ഈ ആഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമായിരുന്നു ട്രംപ് ഇറാനെതിരെ കടുത്ത ഭീഷണി മുഴക്കി രംഗത്ത് വന്നത്. ആണവ ഭീഷണികൾ വീണ്ടും ആരംഭിച്ചാൽ കടുത്ത രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നതായിരുന്നു ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാനിൽ പ്രതിഷേധങ്ങൾ വ്യാപകമായിരിക്കുന്നതും. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ ഇറാനിലാകട്ടെ പ്രതിഷേധത്തിനിടെ സർക്കാർ കെട്ടിടം ആക്രമിച്ച് പ്രതിഷേധകർ. അതുപോലെ തന്നെ തെക്കൻ നഗരമായ ഫാസിയിലാണ് സംഭവം നടക്കുന്നത്. പ്രവിശ്യ ഗവൺമെന്റിന്റെ ഓഫീസാണ് ഇപ്പോൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. ആക്രമണത്തിൽ ഗവർണറുടെ ഓഫീസിന്റെ വാതിലടക്കം അതിന്റെ ഭാഗങ്ങളടക്കം തകർന്നു വീണു. സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തതായി തന്നെ ഫാസിയയിലെ ജുഡീഷ്യറി വിഭാഗം വ്യക്തമാക്കി. സംഭവത്തിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. വിലക്കയറ്റം, നാണയപ്പെരുപ്പം, സാമ്പത്തിക സ്തംഭനാവസ്ഥ എന്നിവയ്ക്കെതിരെ തന്നെ തുടരുന്ന പ്രതിഷേധങ്ങൾക്കിടയിലാണ് സംഭവം. ഞായറാഴ്ച ടെഹ്റാനിലെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ മാർക്കറ്റിലാണ് പ്രതിഷേധങ്ങൾ ആരംഭിച്ചതും. തലസ്ഥാനത്തെ സർവകലാശാലയിൽ അടക്കം തന്നെ പ്രതിഷേധം തുടർന്നു. അതേപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലടക്കം വീണ്ടും ഈ നഗരങ്ങൾ അവിടെ പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. പ്രതിഷേധങ്ങൾ ശക്തമായതോടുകൂടി തന്നെ ഇറാന്റെ ടെഹ്റാൻ ബാങ്ക് മേധാവി മുഹമ്മദ് റൈസ ഫസ് രാജിവെക്കുകയും ചെയ്തു. പകരം മുൻ സാമ്പത്തിക മന്ത്രിയാണ് ഇപ്പോൾ ചുമതലയേറ്റിരിക്കുന്നത്. അതേപോലെ തന്നെ 2025 ഇറാന്റെ GDP ആകട്ടെ 1.7%, 2026 അത് 2.8% കുറയുമെന്ന് ലോക ബാങ്ക് പ്രവചിച്ചതോടുകൂടി തന്നെ അവിടെ സമ്പദ് വ്യവസ്ഥ നിലവിൽ വലിയ രീതിയിലുള്ള മാന്ദ്യങ്ങൾ ഭീഷണികളും നേരിടുകയാണ്. ഒക്ടോബറിൽ പണപ്പെരുപ്പം 40 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായി തന്നെ 48.6% എത്തുമെന്നതാണ് മറ്റൊരു രീതിയിൽ വസ്തുതയായി പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.